ഹൈ ഗൈസ്, SSC GD ഫിസിക്കൽ ടെസ്റ്റ് അതായത് 5 കിലോമീറ്റർ 24 മിനിറ്റിനകത്ത് ഓടി കംപ്ലീറ്റ് ചെയ്യണം. അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ബോയ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ബോയ്സിനാണ് 5 കിലോമീറ്റർ 24 മിനിറ്റിനകത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ വീഡിയോ ഗേൾസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങളൊരു ബോയ് ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കാണാം, ഗേൾസ് മാത്രം ഈ വീഡിയോ കാണാം. അപ്പോൾ ഗേൾസിന് GD ഫിസിക്കൽ പാസ്സാകാൻ വേണ്ടിയിട്ട് 1600 മീറ്റർ 8.5 മിനിറ്റിനകത്താണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വർക്കൗട്ട് പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 1600 മീറ്റർ 7.5 മിനിറ്റിനകത്ത് കംപ്ലീറ്റ് ചെയ്യണ പോലെയാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ ഇതേപോലെ പ്രോപ്പറായി പ്ലാൻ ചെയ്ത് ഈ ഒരു ഞാൻ പറയുന്ന ടൈമിനകത്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണേ നിങ്ങൾ എങ്ങനെയായാലും 7.5 മിനിറ്റിനകത്ത് നിങ്ങൾ പാസ്സാവണമെന്നാണ് 100% ഷുവറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ വർക്കൗട്ട് പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, 6 ഡേയ്സിലെ വർക്കൗട്ടാണ്. മൺഡേ ടു സാറ്റർഡേ ആണ് വർക്കൗട്ട് പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൺഡേന്നകത്തും തുടങ്ങാം. ഓക്കെ, മൺഡേ നിങ്ങൾ ചെയ്യേണ്ടത് 200 മീറ്ററിന്റെ 6 സെറ്റ് ഓടണം. 200 മീറ്റർ ഇൻറ്റു 6 സെറ്റ്. റെസ്റ്റ് എടുക്കേണ്ടത് 2 മിനിറ്റ് റെസ്റ്റ്. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, 200 മീറ്ററിന്റെ 6 സെറ്റ് 2 മിനിറ്റ് റെസ്റ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ 200 മീറ്റർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 55 സെക്കൻഡിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. മാക്സിമം 55 സെക്കൻഡ് വരെ. 55 സെക്കൻഡിൽ കവിഞ്ഞു പോകാണ്ട് 55 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം തന്നെ ഓടുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് 55 സെക്കൻഡിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നോ മാറ്റർ, പറ്റുന്നത്ര പ്രാക്ടീസ് ചെയ്യുക, പറ്റുന്നത്ര ഓടുക. ഗ്രാജുവലി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 55 സെക്കൻഡിനകത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു 50-55 സെക്കൻഡിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 100% കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 3 സെറ്റ്സ് മിനിമം ചെയ്യുക. 6 സെറ്റ് വരെ ചെയ്യണം. 6 സെറ്റ് വരെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, 3 സെറ്റ് സ്റ്റാർട്ട് ചെയ്യുക, 6 സെറ്റ് വരെ ചെയ്യുക. ഇതാണ് മൺഡേ നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ട്യൂസ്ഡേ എന്ന് പറയുന്നത് ഒരു ഈസി റൺ എന്ന് പറയും. ഈസി റൺ എന്ന് പറയുമ്പോൾ കോൺവെർസേഷണൽ പേസിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഒരാളുണ്ട്, അടുത്ത് ഓടാൻ നിങ്ങളുടെ കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അപ്പോൾ പാർട്ട്ണറോട് സംസാരിച്ചിട്ട് ഓടാൻ പറ്റുന്ന ഒരു പേസിൽ, അതായത് ഒരു ഈസി പേസിൽ, കോൺവെർസേഷണൽ പേസിൽ നിങ്ങൾക്ക് അടുത്തുള്ള ആളോട് സംസാരിക്കണം. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ആ ഒരു പേസിൽ സമാധാനത്തിൽ ഓടുക. അത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 2 കിലോമീറ്റർ എങ്കിലും ഓടണം. ഒരു 3 കിലോമീറ്റർ ഓടാൻ വേണ്ടി ശ്രമിക്കുക. 3 കിലോമീറ്റർ വരെ ഈ ഒരു ഈസി പേസിൽ സമാധാനത്തിൽ കൂളായി ഒരു എഫേർട്ടും ഇല്ലാണ്ട് ഈസി ആയിട്ട് സ്ലോയിൽ ഓടുക. ഓക്കെ, ഇതാണ് നിങ്ങൾ ട്യൂസ്ഡേ ചെയ്യേണ്ടത്, വേറൊന്നും ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ വെനസ്ഡേ നിങ്ങൾ ചെയ്യേണ്ടത് 400 മീറ്ററിന്റെ സെറ്റാണ്. 400 മീറ്ററിന് ഇതേപോലെ 3 സെറ്റ് തുടങ്ങണം. 3 to 5 സെറ്റ് നിങ്ങൾ 400 മീറ്ററിന് ചെയ്യണം. ഓക്കെ, ആദ്യം 3 സെറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ 400 മീറ്റർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 1.50 മിനിറ്റിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഓടുന്ന സമയത്ത് ഈ ടൈം കിട്ടില്ല. 1.50 ചിലപ്പോൾ ഫിനിഷ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള കേസിൽ യാതൊരു വിധത്തിലുള്ള ടെൻഷനും വേണ്ട. 2 മിനിറ്റ് ആയിക്കോട്ടെ, 2:10 ആയിക്കോട്ടെ, ഒരു പ്രശ്നവും വേണ്ട. ഗ്രാജുവലി നിങ്ങൾ ഈ ഒരു ടൈമിലോട്ട് വന്ന് വരും. എന്തായാലും എത്തിയാൽ തന്നെ ശ്രമിക്കുക. ഈ ഒരു ടൈമിൽ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ആ ടൈം അച്ചീവ് ചെയ്യാൻ പറ്റും. 4ാമത്തെ ദിവസം, അതായത് തേഴ്സ്ഡേ നിങ്ങൾ ചെയ്യേണ്ട ലെഗ് വർക്കൗട്ടാണ്. അപ്പോൾ ലെഗ് വർക്കൗട്ടിന്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോസ് ഞാൻ എന്ത് ചെയ്യുക, ഇതിന്റെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ലോങ് വീഡിയോ തന്നെ ലെഗ് വർക്കൗട്ടിനെ പറ്റി വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി, ഞാൻ ചെയ്യണതായിരിക്കും. ഓക്കെ, തേഴ്സ്ഡേ നിങ്ങൾ ലെഗ് വർക്കൗട്ട് മാത്രം ചെയ്യുക, വേറൊന്നും ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. പക്ഷേ എപ്പോഴും ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴും വാമപ്പും സ്ട്രെച്ചിങ്ങും മസ്റ്റാണ്. ഓക്കെ, തേഴ്സ്ഡേ കഴിഞ്ഞു. ഇനി ഫ്രൈഡേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വാമപ്പ് ചെയ്തതിന് ശേഷം ABC ഡ്രിൽസും സ്ട്രെച്ചിങ്ങും ചെയ്യുക. പിന്നെ ABC ഡ്രിൽസ് ഈസി റൺ ചെയ്യുന്ന ദിവസം ചൊവ്വാഴ്ചയും കൂടി ABC ഡ്രിൽസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ചൊവ്വാഴ്ചയും കൂടി ABC ഡ്രിൽസ് ചെയ്യുക. ചൊവ്വയും വെള്ളിയാഴ്ചയും ABC ഡ്രിൽസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വെള്ളിയാഴ്ച എന്താ ചെയ്യേണ്ടത്, ഒരു 1 to 2 കിലോമീറ്റർ വാമപ്പ് ചെയ്യുക. അത് നിങ്ങൾക്ക് 1 കിലോമീറ്ററിൽ വാമപ്പ് ആണെങ്കിൽ അത് മതി. വാമപ്പ് ചെയ്തതിന് ശേഷം ABC ഡ്രിൽസും സ്ട്രെച്ചിങ്ങും ചെയ്യുക. ഇത്ര വർക്കൗട്ട് മതി. വെള്ളിയാഴ്ച ഇത്ര ചെയ്താൽ മതി. ഇനി ശനിയാഴ്ച എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 മീറ്ററിന്റെ 3 സെറ്റ് ഓടണം. സപ്പോസ് നിങ്ങൾക്ക് 1000 മീറ്റർ ഓടാൻ ബുദ്ധിമുട്ടാണ്, 1000 മീറ്ററിന്റെ 3 സെറ്റ് ഓടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 800 മീറ്ററിന്റെ 3 സെറ്റ് ആദ്യം ഓടുക. ഓക്കെ, 800 മീറ്ററിന്റെ 3 സെറ്റ് നിങ്ങൾ ഓടി തീർത്തതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഓടാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ 1000 മീറ്ററിലോട്ട് സ്വിച്ച് ചെയ്യുക. 1000 മീറ്ററിന്റെ 3 സെറ്റ് ചെയ്യുക. ഓക്കെ, 1000 മീറ്ററിന്റെ 3 സെറ്റ് നിങ്ങൾ ഓടുക. ഇത് ഓക്കെ, ഇത് പ്രോപ്പർ. 1000 മീറ്ററിന്റെ 3 സെറ്റ് നിങ്ങൾക്ക് ഓടാൻ പറ്റുന്നുണ്ട്. ഓരോ 1000 മീറ്ററും 5.5 ഒരു 6 മിനിറ്റ്, മാക്സിമം ഒരു 6 മിനിറ്റിന് 6 മിനിറ്റ് ആവാൻ പറ്റില്ല. 5.5 മിനിറ്റിൽ ഒരു 5:40 ഉള്ളൊക്കെ നിങ്ങൾ ഒരു 1000 മീറ്റർ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ഈ വർക്കൗട്ടൊക്കെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ എന്തായാലും ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഓടാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് 6 മിനിറ്റിലാണെങ്കിൽ 6 മിനിറ്റിലെങ്കിലും നിങ്ങൾ ഓരോ 1000 മീറ്റർ നിങ്ങൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 മീറ്ററിന്റെ ഒരു സെറ്റ് ഓടണം. ഈ 2000 മീറ്ററിന്റെ ഒരു സെറ്റ് ഓടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാക്സിമം എഫേർട്ടിലാണ് ഈ 2000 മീറ്റർ ഓടേണ്ടത്. നിങ്ങൾ ഓടേണ്ട പേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റിന് ഓടുന്ന പോലെ ഓടണം. അതായത് 1000 മീറ്ററിന്റെ 3 സെറ്റ് നിങ്ങൾക്ക് ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരാഴ്ച 1000 മീറ്ററിന് 3 സെറ്റ് ചെയ്യുക, അടുത്ത ആഴ്ച 2000 മീറ്ററിന്റെ ഒറ്റ സെറ്റ് ചെയ്യുക.
ഒരാഴ്ച 1000 മീറ്ററിന്റെ 3 സെറ്റ്, അടുത്ത ആഴ്ച 2000 മീറ്ററിന്റെ ഒറ്റ സെറ്റ്. ഈ 1000 മീറ്ററിന്റെ 3 സെറ്റ് നിങ്ങൾ 6 പേസ്, അതായത് 5:40 6 മിനിറ്റിനകത്ത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ചെയ്യുക. പക്ഷേ 2000 മീറ്ററിന്റെ ഒരു സെറ്റ് ഓടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 11 മിനിറ്റ് 11 മിനിറ്റിനകത്ത് നിങ്ങൾ 2000 മീറ്റർ ഓടി തീർത്തിരിക്കും. അത്ര എഫേർട്ടിൽ നിങ്ങൾ ഓടണം. സപ്പോസ് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ ടൈം നോക്കണ്ട, ഫ്യൂച്ചറിൽ ടൈം വന്നേക്കും. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പാസ്സാവാൻ കഴിയുന്നതാണ്. ഓക്കെ, പതുക്കെ നിങ്ങൾ സെറ്റായി വരും. ആദ്യം തന്നെ ടൈം എടുത്തിട്ട് പാനിക് ആവേണ്ട, കൺസിസ്റ്റൻസി ആയി ചെയ്യുക. കുറച്ച് കാലങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടൈം കിട്ടുന്നതാണ്. ഓക്കെ, വർക്കൗട്ടൊക്കെ ഒന്ന് ബ്രീഫായിട്ട് ഞാനിവിടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനകത്ത് ചോദിക്കാം. തിങ്കളാഴ്ച 200 മീറ്ററിന്റെ 6 സെറ്റ്, അതുപോലെ തന്നെ 2 മിനിറ്റ് റെസ്റ്റ്. ചൊവ്വാഴ്ചക്കകത്ത് ഈസി റൺ പ്ലസ് ABC ഡ്രിൽസ്. ഈസി റൺ അങ്ങനെ ചെയ്യേണ്ടത് കോൺവെർസേഷണൽ പേസിലാണ് ചെയ്യേണ്ടത്. 3 കിലോമീറ്റർ വരെ ഓടണം. ഒരു 4 കിലോമീറ്റർ വരെ ഓടിയാലും പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് സ്റ്റാമിന ഉണ്ടെന്നുണ്ടെങ്കിൽ 4 കിലോമീറ്റർ ഓടിക്കോളൂ, യാതൊരു വിധത്തിലുള്ള പ്രോബ്ലം ഇല്ല. ബുധനാഴ്ച ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് 400 മീറ്ററിന്റെ 3 to 5 സെറ്റ് ചെയ്യുക. മിനിമം 3 സെറ്റെങ്കിലും 400 മീറ്ററിനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വ്യാഴാഴ്ചക്കകത്ത് ലെഗ് വർക്കൗട്ടാണ്. അതിനകത്ത് ആ ദിവസം റണ്ണിങ് കാര്യങ്ങളൊന്നും ജസ്റ്റ് വാമപ്പിന് വേണ്ടി മാത്രം റൺ ചെയ്യുക. വെള്ളിയാഴ്ച ദിവസം ABC ഡ്രിൽസ് ആണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. വാമപ്പിന് മാത്രം റണ്ണിങ് ചെയ്താൽ മതി. ശനിയാഴ്ച ദിവസം നല്ല ഹാർഡായെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് പുഷ് ചെയ്യരുത്. സമാധാനത്തിൽ തന്നെ പുഷ് ചെയ്യുക. ഗ്രാജുവലി മാത്രം ഇൻക്രീസ് ചെയ്യുക. ഒരുപാട് പുഷ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 1000 മീറ്ററിന്റെ 3 സെറ്റ് ചെയ്യുക. സമാധാനമായിട്ടുള്ള ഞാൻ ടൈം കുറഞ്ഞു 5:15 5:30 ഒരു 5:30 6 5:45 ഉള്ളിൽ ഫിനിഷ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ആദ്യത്തെ ടൈം നിങ്ങൾ നോക്കണ്ട, ആദ്യത്തെ 1 മാസത്തെ സമയമേ നോക്കണ്ട. 1000 മീറ്ററിന്റെ 3 സെറ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 800 മീറ്ററിന്റെ 3 സെറ്റ് ചെയ്യുക. പിന്നെ പതുക്കെ 1000 മീറ്ററിന്റെ 3 സെറ്റിലോട്ട് സ്വിച്ച് ചെയ്യുക. 1000 മീറ്ററിന്റെ 3 സെറ്റ് ഓക്കെ ആയതിനു ശേഷം ഒരാഴ്ച 1000 മീറ്ററിന്റെ 3 സെറ്റ്, അടുത്ത ആഴ്ച 2000 മീറ്ററിന്റെ ഒരു സെറ്റ്, അങ്ങനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, ഈ ഒരു വർക്കൗട്ട് പ്ലാൻ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുവാണെങ്കിൽ 100% 7.5 മിനിറ്റിനകത്ത് നിങ്ങൾ പാസ്സാവും. ഉറപ്പായിട്ടും 7.5 മിനിറ്റിനകത്ത് നിങ്ങൾ ഈ SSC GDന്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവും. സപ്പോസ് നിങ്ങൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാ 7.5 മിനിറ്റിനകത്തുള്ള പ്ലാൻ തന്നത്? എല്ലാവർക്കും ഒരേപോലെ ഓടാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെയെങ്കിലും പ്ലാൻ ഉണ്ടാക്കിയാലാണ് നിങ്ങൾ കുറച്ച് കാണുന്നവർ, എൻ്റെ വീഡിയോ എത്ര പേര് കുറച്ച് പേരെ കാണുന്നുള്ളൂ, ആ കാണുന്നവർ അത്യാവശ്യം എഫേർട്ട് ഇട്ട് ചെയ്തിട്ട് അവർക്ക് 8 മിനിറ്റിനകത്ത് പാസ്സാവാൻ സാധിക്കുള്ളൂ. അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഒരു 10 പേര് കാണുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ഇത്രത്തോളം എഫേർട്ട് ഈ പറയുന്ന വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ 7.5 മിനിറ്റിനകത്ത് പാസ്സാവും. ബാക്കിയുള്ളവർ ഒരു 7:45 8 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടും പാസ്സാവും. അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. ഈ വർക്കൗട്ട് ക്ലാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 8 മിനിറ്റിനകത്ത് പാസ്സാവുന്നുള്ളത് എൻ്റെ. അപ്പോൾ ഈ ഒരു പ്ലാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വർഷത്തെ SSC GD നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോ കണ്ടിട്ട് എന്ത് തരത്തിലുള്ള ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനകത്ത് പറഞ്ഞാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എൻ്റെ Instagram ID ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും കമന്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്.